ശ്രീ ഗോകുൽ യുവരാജ്, ആത്മവിശ്വാസമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ യാത്രയാണോ നമ്മൾ ഇക്കഴിഞ്ഞ ഒരു മാസത്തിലധികം കാലം കേരളത്തിന്റെ നിരത്തിലൂടെ ഈ നവകേരള ബസ് സഞ്ചരിക്കുന്നതിലുടനീളം കണ്ടത്? ഇക്കാര്യത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷം UDF ആണ്. പക്ഷേ പുറത്ത് പ്രതിപക്ഷ നിരയിൽ തന്നെയാണല്ലോ BJPയും കേരളത്തിൽ നിൽക്കുന്നത്. അവിടെ പ്രഹാർ യജ്ഞം അടക്കം നടത്തിക്കൊണ്ട് യുവമോർച്ച പ്രവർത്തകരൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്നതും കേരളം കണ്ടതാണ്. യാത്ര പാതി വഴി പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്കെത്താൻ നിങ്ങൾ നിർബന്ധിതമാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർ അടികൊണ്ട് പോകുന്നത് കണ്ടിട്ടാണോ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ കണ്ട കാഴ്ച അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഇവിടെ അടിച്ചൊതുക്കി മുന്നോട്ട് പോവുകയാണോ? സുജയ, 36 ദിവസം നീണ്ടുനിന്ന യാത്ര ആത്മവിശ്വാസത്തിന്റെ യാത്രയാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? മുഖ്യമന്ത്രിക്ക് പോലീസ്, ഗൺമാൻ, ഇതിനെല്ലാത്തിനും പുറമെ DYFIയുടെ കുറെ ഗുണ്ടകൾ, ഇതെല്ലാം കൂടി ചേർന്ന് അകമ്പടി സേവിച്ചു പോയ ഒരു യാത്രയിൽ എവിടെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്ന് കണ്ടത്? യാത്ര എന്തിനാണ് തുടങ്ങിയത്? ഇവരാദ്യം കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് ഇവരെന്താണ് പറഞ്ഞത്? ഇവർ പറയുന്നത്, നമ്മൾ ശരിയാണ്, മധ്യകേരളം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി തെരുവുകളിലേക്ക് വന്നു തുടങ്ങിയത്. ഇവർ യാത്ര തുടങ്ങിയത് ജനങ്ങളുമായി സംവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്, ജനങ്ങളിൽ നിന്ന് പരാതി നേരിട്ട് സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ യാത്ര തുടങ്ങിയത്. മധ്യകേരളത്തിലെത്തിയപ്പോൾ യാത്രയുടെ സ്വഭാവമൊക്കെ മാറി. തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന അവരുടെ തന്നെ MP യോട്, ഇടതുപക്ഷത്തെ നിലവിലുള്ള ഒരു MP യോട് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങളിത് പരാതി സ്വീകരിക്കാനൊന്നും അല്ല വരുന്നതെന്നാണ്. ഇവരാദ്യം പറഞ്ഞത് 1,10,00,000 രൂപയ്ക്ക് ബസ് വാങ്ങി ഇവർ ഈ യാത്ര നടത്തുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാബിനറ്റ് ഇതേ, മന്ത്രിസഭ മൊത്തമായി ഇതേ ജനങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മധ്യകേരളം പിന്നിട്ടപ്പോഴേക്ക് യാത്രയുടെ സ്വഭാവം മാറിയെന്നേ. അവരത് തീർത്തും രാഷ്ട്രീയമായി CPMന്റെ ഒരു പ്രചരണ യാത്ര മാത്രമായിട്ട് അത് മാറി. പ്രചരണ യാത്ര മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, സർക്കാരിന് അവരുടെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ടെന്ന് പറയാം. ഫണ്ട് റേസിങ്ങിനുള്ളൊരു കേന്ദ്രമാക്കി അതിനെ മാറ്റിയെന്നേ. കശുവണ്ടി പാലിലിട്ട് തിന്ന് പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടി അവരുടെ ഫണ്ട് റേസിങ്ങിന്റെ മാത്രം കാര്യമായിട്ട് മാറ്റി. ഇപ്പോൾ ഈ പോലീസുകാരുടെ ഗുഡ് സർവീസ് എൻട്രി ആണല്ലോ ഇവിടുത്തെ വിഷയം. നമ്മൾ ഈ പണ്ട് ചില ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം ഒന്ന് തന്നെ നിശ്ചയിക്കാം. നമ്മളിപ്പോൾ SSLCക്ക് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 80% ഉണ്ടായിരുന്നു, 90% ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എടുത്ത് പറയും അബ്ദുൾ റബ്ബിന്റെയും ശിവൻകുട്ടിയുടെയൊക്കെ കാലത്തിന് മുമ്പാണെന്ന്, അല്ലേ? അബ്ദുൾ റബ്ബിന്റെയും ശിവൻകുട്ടിയുടെയൊക്കെ കാലത്തിന് മുമ്പുള്ള 80%-നും 90%-നും കുറിച്ചിട്ടാണ് അന്നത്തെ SSLCക്കാർ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. കാരണം എന്താണ്? അബ്ദുൾ റബ്ബിന്റെ ശിവൻകുട്ടിയുടെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ജയിപ്പിച്ച് വിടുകയാണ്, മാർക്ക് വാരിക്കോരി ഇടുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് പല കാര്യങ്ങളുടെ അവസ്ഥ. ഈ പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നാണക്കേടായിട്ട് മാറുകയാണ്. പോലീസുകാരുടെ ആവട്ടെ, മറ്റുദ്യോഗസ്ഥരുടെ ആകട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ, അവരുടെ സർവീസ് റെക്കോർഡിൽ ഒരു നല്ല വാക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് എടുത്തു പറയേണ്ട അവസ്ഥയാണ്. അത് പിണറായി വിജയന്റെ കാലത്തല്ല കിട്ടിയത് എന്നുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമസ്ത മേഖലകളെയും ഇങ്ങനെ സ്വന്തം ഇംഗിതങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് അധംപതിച്ച ഒരു സർക്കാർ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസുകാരോട് എനിക്ക് വളരെ ബഹുമാനം തന്നെയാണുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഓഫീസർമാരും ഒക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർ പല മെഡലുകളും അർഹിക്കുന്നുമുണ്ട്. പക്ഷേ നിലവിൽ അവരെ പലരെയും ഉപയോഗിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. അവർക്ക് കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലത്തെ ഗുഡ് സർവീസ് എൻട്രി ഒന്നുമല്ല. അവർക്ക് കൊടുക്കേണ്ടത് നിലയും വിലയും ബഹുമാനവുമാണ്. നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഒരു പിടികിട്ടാ പുള്ളി സകല മാധ്യമങ്ങളും നോക്കി നിൽക്കുക പോലീസുകാരോട് കയറി നിന്നിട്ട് പറയുകയാണ് പോയി കക്കൂസ് കഴുകാൻ. മറ്റൊരിടത്ത് ഒരു DYFIക്കാരൻ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുകയാണ്. അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ CPMന്റെ ഒരു പ്രമുഖ നേതാവ് തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ പോലീസിനോട് ഇപ്പോൾ നിലവിൽ ഈ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരുടെ ഇഷ്ടക്കാരായ കുറച്ച് ആൾക്കാരെ കൂട്ടി ഗുഡ് സർവീസ് കൊടുത്ത് പോലീസിന്റെ മനോവീര്യം ഇവർ ഉയർത്തുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവര് കേരളത്തിൽ പോലീസിന്റെ എന്നല്ല, സകല ആത്മാഭിമാനമുള്ള മനുഷ്യരുടെയും ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുകയും അവരുടെ എല്ലാം മാനവും അഭിമാനവും ഇടിക്കുന്ന പ്രവണതയുമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.